48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പോട് കൂടിയ Redmi Note 8 10,000 രൂപ റേഞ്ചിൽ വരുന്ന നല്ലൊരു ഫോണിനെന്ന് പറയാം. ഡുവൽ ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും. 4000 mAh ബാറ്ററി, 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. 4GB 64, 6GB 128GB രണ്ട് വേരിയൻസ് ആണുള്ളത്. 13 MP സെൽഫി ക്യാമറ, സോണിയുടെ സെൻസറാണ്. ഫുൾ HD+ ഡിസ്പ്ലേ, സ്പ്ലാഷ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫ് അല്ല. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ബോക്സാണ്. 4GB 64 വേരിയൻ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് തോന്നുന്നു. യെസ്, ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പൗച്ച് തന്നെയാണ്. നല്ലൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് തന്നെ ലഭിക്കുന്നുണ്ട്. ഫോണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്ലൂ കളറാണ്. അത്യാവശ്യം നല്ലൊരു ബ്ലൂ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. യെസ്, അത്യാവശ്യം നല്ലൊരു ഫിനിഷും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോൺ തന്നെയാണ്. നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. യെസ്, നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള നല്ലൊരു ബ്ലൂ തന്നെയാണ്. ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വലിയ സ്ക്രാച്ചിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാമറ എല്ലാം നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. വലിയ ബഡ്ജിങ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യും. 4GB 64 വേരിയൻ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ബോക്സിൽ വരുന്നത് 18 വാട്ടിൻ്റെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. 4000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റർ, C ടൈപ്പ് കേബിൾ. ഫോൺ നമുക്ക് ബൂട്ട് ചെയ്ത് നോക്കാം. ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ്. ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇന്ത്യ. നെറ്റ്വർക്ക് കണക്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. വൈഫൈ ഒന്നും ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. സിം കാർഡ് ഇട്ടിട്ടില്ല. ഇതിൽ നമുക്ക് ഈ ലൊക്കേഷൻ സർവീസൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നമുക്കിതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്തെല്ലാം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്ഡേഷൻസ് എല്ലാം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ പാറ്റേണും ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു സെൻസർ തന്നെയാണെന്ന് തോന്നുന്നത്. ഇവിടെ നമ്മൾ അഡീഷണൽ സെറ്റിങ്സിൽ ലൊക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഓഫ് ചെയ്യാം. ഞാനിതെല്ലാം ഓഫ് ചെയ്യാൻ പോവാണ്. കാരണം വെച്ചാൽ നമുക്കൊന്നും യൂസ് ആയിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്ഡേഷൻസ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഓട്ടോ അപ്ഡേഷൻസ് എല്ലാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഓഫ് ചെയ്യാണ്. യെസ്, അതൊരു ബ്ലാക്ക് തീമോട് കൂടിയിട്ടുള്ളൊരു UI തന്നെയാണ്. നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറും അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് സെൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും, വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ സെറ്റപ്പ് ഇങ്ങനെയാണ്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 48 MB കുറച്ച് സാമ്പിൾസാണ്. ഇതും 48 MB എടുത്താണ്. 48 MB സെൽഫി ക്യാമറ, 13 MB സോണി സെൻസർ, ഒരു 4K വീഡിയോ. ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക് യു.